ഹായ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യ സ്കില്ലിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇന്ത്യ സ്കിൽ ഇങ്ങനെ അടുത്തടുത്ത് വരികയെന്ന് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ 30-നാണ്. അപ്പം ഇന്ത്യ സ്കില്ല് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്ക് വേൾഡ് സ്കിൽ എന്താണെന്ന് മനസ്സിലാക്കാം. വേൾഡ് സ്കില്ലെന്ന് പറയുന്നത് നമ്മുടെ യുവജനങ്ങളുടെ, അതായത് വേൾഡ് വൈഡായിട്ടുള്ള യൂത്തിൻ്റെ സ്കില്ല് പരിപോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്ലോബൽ ബെഞ്ച് മാർക്കാണ് വേൾഡ് സ്കിൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ക്രിക്കറ്റ്, ഫുട്ബോള് ഇതൊക്കെ പോലെ ഇതിനൊക്കെ ഒരു വേദിയില്ലേ, ലോകകപ്പ്, അത് കണക്കൊരു വേദിയില്ലേ, അതേ കണക്കൊരു വേദിയാണ് ഈ സ്കിൽഡ് ആയിട്ടുള്ള, അതായത് 6 സ്കിൽ കാറ്റഗറിയിൽ 63 ഇനങ്ങളിലായിട്ടാണ് ഈ വേൾഡ് സ്കില്ല് നടത്തപ്പെടുന്നത്. ഈ പ്രാവശ്യത്തെ വേൾഡ് സ്കില്ല്, അതായത് 2026 വേൾഡ് സ്കില്ല് നടക്കാൻ പോവുകയാണ്. അത് നടക്കുന്നത് ചൈനയിൽ വെച്ചിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ഫ്രാൻസിൽ വെച്ചിട്ടായിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ അതിന് നേതൃത്വം കൊടുക്കുന്നത് MSTE ആണ്, അതായത് മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ്. അപ്പോൾ ഈ മിനിസ്ട്രിയാണ് നമ്മുടെ ഇന്ത്യയിൽ ഈ സ്കില്ല് മത്സരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. MSTയുടെ കീഴിലുള്ള സെറ്റ് സ്കിൽ കൗൺസിലുകളാണ് ഈ മത്സരത്തിനായിട്ടുള്ള ക്രൈറ്റീരിയ നിശ്ചയിക്കുന്നത്. അതായത് ഓരോ സ്കില്ലിനും ഒരു സെറ്റ് സ്കിൽ കൗൺസിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ പവർ ആണെങ്കിൽ പവറിന് ഒരു സെറ്റ് സ്കിൽ കൗൺസിലുണ്ട്, അതായത് പവർ സെറ്റ് സ്കിൽ കൗൺസിൽ. ഇപ്പോൾ ബ്യൂട്ടി ആണെങ്കിൽ ബ്യൂട്ടി ആൻഡ് വെൽനസ് സെറ്റ് സ്കിൽ കൗൺസിലാണ് ബ്യൂട്ടിക്കുള്ളത്. ഇവരെ പോലുള്ള സെറ്റ് സ്കിൽ കൗൺസിലുകളാണ് ഓരോ മത്സരത്തിനായിട്ടുള്ള വേൾഡ് സ്കില്ലിന് ആനുപാതികമായിട്ടുള്ള ക്രൈറ്റീരിയ നിശ്ചയിക്കുന്നത്. ഇനി ഇന്ത്യയിൽ എങ്ങനെയാണ് ഈ മത്സരം നടത്തപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ബേസ് ലെവൽ മത്സരം നടത്തപ്പെടുന്നത്, അതായത് സ്റ്റേറ്റ് ലെവൽ മത്സരം നടത്തപ്പെടുന്നത് അതാത് സ്റ്റേറ്റിലുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സാണ്, അതായത് SDCകൾ. നമ്മുടെ ഇവിടുത്തെ SDC എന്ന് പറയുന്നത് കേസാണ്, അതായത് കേരള അക്കാഡമി ഫോർ സ്കിൽ എക്സലൻസ് ആണ് നമ്മുടെ ഇവിടുത്തെ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷനിൽ മത്സരിച്ച് വിജയികളാകുന്നവരെ അടുത്ത റീജിയണൽ ലെവലിലാണ് പങ്കെടുപ്പിക്കുക. കഴിഞ്ഞ പ്രാവശ്യം വരെ സ്റ്റേറ്റ് ലെവലിൽ ഫസ്റ്റ് വാങ്ങിക്കുന്നവരെ നേരിട്ട് നാഷണൽ ലെവലിലാണ് പങ്കെടുപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം മുതൽ നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ മത്സരിച്ച് കഴിഞ്ഞവർ അടുത്ത് മത്സരിക്കാൻ പോകുന്നത് റീജിയണൽ ലെവലിലായിരിക്കും. അതായത് നമ്മുടെ ഇന്ത്യയിൽ മൊത്തത്തിൽ അവർ ഈ 5 റീജിയണലായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ സൗത്ത് റീജിയനാണ്. അപ്പോൾ സൗത്ത് റീജിയനിലുള്ള 5 സംസ്ഥാനങ്ങളും കൂടെ 5 സംസ്ഥാനങ്ങളിലെ മത്സരാർത്ഥികൾ മത്സരിച്ച് അതിൽ ഫസ്റ്റ് വരുന്നവരെ ആയിരിക്കും നാഷണൽ ലെവലിൽ പങ്കെടുപ്പിക്കുക. അപ്പം ഈ റീജിയണൽ ലെവലിലുള്ള മത്സരങ്ങൾ നടത്തുന്നത് സെറ്റ് സ്കിൽ കൗൺസിൽ നേരിട്ടായിരിക്കും. ഞാനിപ്പോൾ പറഞ്ഞത് ട്രാക്ക് 1 ലെവലിൽ സ്റ്റേറ്റിൻ്റെ കീഴിൽ നടത്തുന്ന മത്സരത്തെ കുറിച്ചിട്ടാണ്. ഇനി ട്രാക്ക് 2 ഉണ്ട്. അത് സെറ്റ് സ്കിൽ കൗൺസിൽ നേരിട്ടാണ് നടത്തുന്നത്. അതായത് നമ്മുടെ കേരളത്തിലില്ലാത്ത സ്കില്ലുകൾ അത് സെറ്റ് സ്കിൽ കൗൺസിൽ നേരിട്ട് നടത്തപ്പെടുന്ന മത്സരങ്ങളാണ്. ഇനി ഇത് രണ്ടും കൂടാതെ തന്നെ ഗ്രൂപ്പ് ലെവലിൽ മത്സരിക്കുന്ന കോമ്പറ്റീഷനുമുണ്ട്. അതായത് ഈ സിവിലിൻ്റെയൊക്കെ കീഴിലുള്ള സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ കീഴിലുള്ള ചില സ്കില്ലുകൾ ഗ്രൂപ്പ് ലെവലിലും മത്സരിക്കാവുന്നതാണ്. നാഷണൽ ലെവലിൽ വിജയിക്കുന്ന മത്സരാർത്ഥികൾ, അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഇവർക്ക് പ്രത്യേക മെഡലുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഗോൾഡ്, സിൽവർ, ബ്രോൺസ് ഇങ്ങനെ മെഡലുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ വിജയിക്കുന്ന മത്സരാർത്ഥികൾക്ക് പ്രത്യേക പരിശീലനം കൊടുത്ത് അടുത്ത് ചിലപ്പോൾ ഒരു ഏഷ്യ സ്കില്ലും ഉണ്ടായിരിക്കും. അതുകൂടെ കഴിഞ്ഞിട്ടായിരിക്കും വേൾഡ് സ്കില്ലിനായിട്ട് ഇവർ പോകുന്നത്. ഇവർക്കൊരു വേൾഡ് ലെവല് പരിശീലനമായിരിക്കും ലഭിക്കാൻ പോകുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സെപ്റ്റംബർ 30 വരെയാണ് ഇതിൻ്റെ ഈ രജിസ്ട്രേഷനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഇന്ത്യ സ്കില്ലിന് പങ്കെടുക്കുന്നതിനായിട്ട് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ടായിരിക്കുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കുക എന്നുള്ളത്. രണ്ടാമതായിട്ട് ഏജ് ബേസ് ആയിട്ടുള്ള ക്രൈറ്റീരിയ ആണ്. അതിൽ 13 സ്കില്ലുകൾ 2001 ജനുവരി 1 ശേഷം ജനിച്ചവരും, അതായത് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട 13, IT-യുമായിട്ട് ബന്ധപ്പെട്ട 13 സ്കില്ലുകൾ. ബാക്കിയുള്ള സ്കില്ലുകൾ 2004 ജനുവരി 1 ശേഷം ജനിച്ചവർക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇനി അടുത്തത് ഞാൻ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഇതിൽ പറഞ്ഞുതരാം. രജിസ്ട്രേഷനായി ഗൂഗിളിൽ SIDH എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ സ്കിൽ ഇന്ത്യ digital
gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ മൊബൈലിലാണ് ചെയ്യുന്നതെങ്കിൽ മെനു എന്ന ഓപ്ഷനിൽ ഇന്ത്യ സ്കിൽ 2025 ക്ലിക്ക് ചെയ്യുക. PC-യിലാണെങ്കിൽ ടോപ്പ് മോസ്റ്റ് റൈറ്റ് സൈഡ് കോർണറിൽ ഇന്ത്യ സ്കിൽ 2025 കാണുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങളുടെ 10 അക്ക മൊബൈൽ നമ്പർ അടിച്ചെടുക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു OTP ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആൻഡ് അഡ്രസ്സ് കൊടുക്കുക. പിന്നെ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു അക്നോളജ്മെൻറ്റ് ലഭിക്കുന്നതാണ്. ഇനി ആർക്കൊക്കെ ഇത് ചെയ്യാം എന്നുള്ളതാണ്. ITI പഠിച്ചവർക്ക്, VHSC, ഡിപ്ലോമ, എൻജിനീയറിംഗ് തുടങ്ങിയവർക്കെല്ലാവർക്കും ഇതിലേക്ക് ഇന്ത്യ സ്കില്ലിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സെപ്റ്റംബർ 30 വരെയാണ് അപ്പോൾ സമയം. എല്ലാവരും ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക.